പരശുരാമ ഋഷി ശ്രീരാമൻ്റെ മുന്നിൽ വന്നു, ശ്രീരാമ ഭഗവാന്റെ മുന്നിൽ വന്നു. എന്നിട്ട് തൻ്റെ കയ്യിലുള്ള വൈഷ്ണവമായ വില്ലിനെ കൊടുത്തു. ശ്രീരാമനോട് അത് കുലച്ച് അസ്ത്രം തൊടുക്കാനായിട്ട് പറഞ്ഞു. അപ്പോൾ ശ്രീരാമൻ അങ്ങനെയൊക്കെ ചെയ്തു. എന്നിട്ട് ചോദിച്ചു, ഞാൻ എങ്ങോട്ടാണ് ഈ അസ്ത്രം അയക്കേണ്ടത്? അപ്പം അതിന് മറുപടിയായിട്ട് പരശുരാമ മഹർഷി ഭഗവാനെ സ്തുതിക്കുക ചെയ്തത്. ഇനി തൻ്റെ പൂർവ്വചരിത്രം പറയുകയാണ്, അതുവരെയുള്ള കാര്യങ്ങളെ പറയണം. എങ്കിലോ പുരാവൃത്തം കേട്ടുകൊണ്ടാലും മമ പങ്കജ വിലോചന കാരുണ്യവാരാന്നിധേ. ഞാൻ എൻ്റെ മുമ്പുള്ള ചരിത്രങ്ങളൊക്കെ പറയാം, അതിനെ കേൾക്കൂ. അങ്ങാരാണ് പങ്കജ വിലോചന? ഭഗവാനെ വിളിക്കുക. പങ്കജം താമര, താമരപ്പൂവിൻ്റെ ഇതൾ പോലെയുള്ള കണ്ണുകളോടുകൂടെ. കാരുണ്യവാരാന്നിധേ, അങ്ങാരാണ് കരുണയുടെ സമുദ്രമാണ്. ചക്രതീർത്ഥത്തിങ്കൽ ചെന്നത്രയും ബാല്യകാലേ ചക്രവാണിയെ തന്നെ തപസ്സു ചെയ്തേൻ ശിരം. ഞാൻ ചക്രതീർത്ഥത്തിൽ പോയിട്ട്, ഇന്നത്തെ UP-യുടെ മധ്യപ്രദേശിൻ്റെ ഒക്കെ അടുത്തായിട്ടുള്ള ഭാഗമാണ് ചക്രതീർത്ഥം. അവിടെ ചെന്ന് എത്രയും ബാല്യകാലെ, കുട്ടിക്കാലത്ത് ചക്രവാണിയെ തന്നെ തപസ്സു ചെയ്തേൻ ചിരം. ചക്രവാണി എന്ന് പറഞ്ഞാൽ മഹാവിഷ്ണു. ഉഗ്രമാം തപസ്സുകൊണ്ടിന്ദ്രിയങ്ങളെയെല്ലാം നിഗ്രഹിച്ചനുദിനം സേവിച്ചേൻ ഭഗവാനെ. വലിയ തപസ്സുകൊണ്ട് ഇന്ദ്രിയങ്ങളെയൊക്കെ നിഗ്രഹിച്ച് അനുദിനം ഓരോ ദിവസവും ഭഗവാനെ സേവിച്ചു. വിഷ്ണു കൈവല്യമൂർത്തി വൈകുണ്ഠൻ നാരായണൻ ജിഷ്ണു സേവിതൻ ഭജനീയനീശ്വരൻ നാഥൻ മാധവൻ പ്രസാദിച്ചു മൽപുരോഭാഗേ വന്നു സാദരം പ്രത്യക്ഷനായ രുളി ചെയ്തിടിനാൻ. ഭഗവാൻ ആരാണ്? വിഷ്ണുവാണ്. എങ്ങും വ്യാപിച്ചിരിക്കുന്നവനാ വിഷ്ണു. കൈവല്യമൂർത്തിയാണ്, മോക്ഷസ്വരൂപനാണ്, വൈകുണ്ഠനാണ്, കുണ്ഠതകളൊക്കെ ഇല്ലാത്ത ആളാണ്. അങ്ങനെയുള്ള ലോകത്ത് വസിക്കുന്ന ആളാണ്, വൈകുണ്ഠനാണ്, നാരായണനാണ്. ഓരോ നരന്മാരുടെയും അയനമായവനാണ്. നാരം എന്ന് പറഞ്ഞാൽ വെള്ളം എന്ന് അർത്ഥമുണ്ട്. വെള്ളത്തിൽ ശയിക്കുന്നവനാണ്. ജിഷ്ണു സേവിതൻ, ജിഷ്ണു എന്ന് പറഞ്ഞാൽ ഇന്ദ്രൻ, ഇന്ദ്രനാൽ സേവിക്കപ്പെടുന്നവനാണ്. ഭജനീയൻ, ഭജിക്കപ്പെടേണ്ടവനാണ്. ഈശ്വരൻ, എല്ലാറ്റിൻ്റെയും ഈശ്വരനായി നിയന്താവായിരിക്കുന്ന ആളാണ്, നാഥനായിരിക്കുന്നവനാണ്. അങ്ങനെയുള്ള മാധവൻ, ലക്ഷ്മീദേവിയുടെ ഭർത്താവായിട്ടുള്ള ഭഗവാൻ മഹാവിഷ്ണു പ്രസാദിച്ചിട്ട് മൽപുരോഭാഗേ വന്നു, എൻ്റെ മുന്നിൽ വന്നു. എന്നിട്ടോ സാദരം പ്രത്യക്ഷനായ രുളി ചെയ്ത് എൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു, ഉത്തിഷ്ഠോത്തിഷ്ഠ ബ്രഹ്മൻ തുഷ്ടോഹം തപസാതെ സിദ്ധിച്ചു സേവാഫലം നിനക്കെന്നറിഞ്ഞാലും മത്തേജോയുക്തൻ ഭവാൻ എന്നതുമറിഞ്ഞാലും കർത്തവ്യം പലതുണ്ടു ഭവതാ ഭൃഗുപതേ. ഉത്തിഷ്ഠോത്തിഷ്ഠ, എഴുന്നേൽക്കൂ. ബ്രഹ്മൻ എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണ ശ്രേഷ്ഠനായവനെ, ഞാൻ അങ്ങയുടെ തപസ് തുഷ്ടനായി, സന്തുഷ്ടനായി. എന്നെ സേവിച്ചതിൻ്റെ ഫലം അങ്ങേക്ക് സിദ്ധിച്ചു. മത്തേജോയുക്തൻ, എൻ്റെ തേജസ്സിനോട് ചേർന്നവനാണ് എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു ഭാഗം തന്നെയാണ് അങ്ങ്. ഭവാൻ എന്നതും അറിഞ്ഞാലും, ആ പരശുരാമ ഋഷി ആരാണെന്ന് അദ്ദേഹത്തിന് ഭഗവാൻ പറഞ്ഞു കൊടുക്കുക. കർത്തവ്യം പലതുണ്ട് ഭവതാ ഭൃഗുപതേ, അങ്ങേക്ക് കുറെ കർത്തവ്യങ്ങളുണ്ട്. ഭൃഗുപതേ എന്ന് പറഞ്ഞാൽ അവിടെ പരശുരാമാന്നർത്ഥം. കൊല്ലണം പിതൃഹന്താവാകിയ ഹേഹയനെ ചൊല്ലരും കാർത്തവീര്യാർജുനനാം നൃപേന്ദ്രനെ. ആ പരശുരാമന്റെ അച്ഛനെ നിഗ്രഹിച്ചതായ ഹേഹയ എന്ന് പറഞ്ഞാൽ ഹേഹയ രാജ്യത്തിന്റെ അധിപൻ ആരാണത്? കേൾവി കേട്ട കാർത്തവീര്യാർജുനൻ എന്ന് പറയുന്ന രാജാവാണ്. കാർത്തവീര്യാർജുന 1000 കൈകളുണ്ട് എന്നൊക്കെയാണ്. വല്ല ജാതിയും കൊല്ലണം അവനെ. എന്നിട്ടോ അവൻ മൽകലാംശജനല്ലോ, അവൻ വാസ്തവത്തിൽ എൻ്റെ കല തന്നെയാണ്, എൻ്റെ ഒരു ഭാഗം തന്നെയായിട്ട് അവതരിച്ചവനാണ് കാർത്തവീര്യാർജുൻ. വല്ലഭം ധനുർവേദത്തിനേറും അവല്ലോ, അവന് ധനുർവേദം എന്ന് പറഞ്ഞാൽ അസ്ത്രവിദ്യയിലെ മിടുക്കനായിട്ടുള്ള ആളാണ്. ഇത് ചെയ്യണം. ആദ്യം കാർത്തവീര്യാർജുനൻ നിഗ്രഹിക്കണം. അപ്പൊ കാർത്തവീര്യാർജുനൻ മുമ്പ് ദത്താത്രേയ മഹർഷിയെ തപസ് ചെയ്തിട്ട് ഭഗവാന്റെ കൈകൊണ്ട് തന്നെ മരണമുണ്ടാവണം എന്ന് ആവശ്യപ്പെട്ടിരുന്നു. ഇപ്പൊ ഭഗവാൻ തന്നെ പരശുരാമനായിട്ട് വന്ന് നിഗ്രഹിക്കാൻ പോവാണ്. ക്ഷത്രിയ വംശം 21 പരിവൃത്തി യുദ്ധേ നിഗ്രഹിച്ചു കശ്യപനു ദാനം ചെയ്യുക പൃഥ്വി മണ്ഡലമൊക്കെ. ക്ഷത്രിയ വംശത്തെ 21 തവണ, പരിവൃത്തി എന്ന് പറഞ്ഞാൽ തവണ, അത്രയും വട്ടം യുദ്ധേ നിഗ്രഹിച്ചു, യുദ്ധത്തിൽ നിഗ്രഹിച്ച് കശ്യപന് ദാനം ചെയ്യുക. കശ്യപ മഹർഷിക്ക് കൊടുക്കണം, കശ്യപ പ്രജാപതിക്ക് കൊടുക്കണം. എന്താ കൊടുക്കേണ്ടത്? പൃഥ്വി മണ്ഡലമൊക്കെ.
ഈ ഭൂമണ്ഡലം മുഴുവൻ, ഭൂമി മുഴുവൻ കശ്യപ മഹർഷിക്ക് ദാനം ചെയ്യണം. 21 വട്ടം എന്തിനാ ക്ഷത്രിയരെ കൊല്ലുന്നത്? ജമദഗ്നി മഹർഷിയെ, പരശുരാമന്റെ അച്ഛനായ ജമദഗ്നി മഹർഷിയെ കാർത്തവീര്യാർജുനന്റെ മക്കൾ വധിച്ച സമയത്ത് അമ്മയായ രേണുകാദേവി, പരശുരാമന്റെ അമ്മയായ രേണുകാദേവി 21 വട്ടം നെഞ്ചത്തടിച്ച് കരഞ്ഞു അത്രേ. അത് കാരണമാണ് 21 തവണ ക്ഷത്രിയന്മാരെ നിഗ്രഹിച്ചത് എന്നാണ്. എന്തായാലും ആ കാര്യങ്ങളൊന്നും ഇവിടെ പറയുന്നില്ല. അതിന്റെ പാപം തീരാനാണ് ഭൂമിയെ ദാനം ചെയ്യുന്നത്. പിന്നെ ശാന്തിയെ പ്രാപിച്ചുത്തമമായ തപോനിഷ്ഠയാ വസിച്ചാലും, പിന്നെ ശാന്തതയോട് കൂടിയിട്ട് തപസ്സനുഷ്ഠിച്ച് വസിക്കണം. പിന്നെ ഞാൻ ത്രേതായുഗ ഭൂമിയിൽ ദശരഥൻ തന്നെ തനയനായി വന്നവതരിച്ചിടും. പിന്നെ ഞാൻ ത്രേതായുഗത്തിലെ ദശരഥന്റെ മകനായിട്ട് അവതരിക്കും. അന്നു കണ്ടിടാം തമ്മിൽ, അന്ന് നമുക്ക് തമ്മിൽ കാണാം. എന്നാൽ എന്നുടെ തേജസ് അന്യൂനം ദാശരഥി തന്നിലാക്കിയിടുക നീ. നിന്നിൽ എൻ്റെ തേജസ് ഉണ്ട്. ഈ തേജസ്സിന് എന്ത് ചെയ്യണം? ഞാൻ രാമനായിട്ട് അവതരിക്കുമ്പോ രാമനിലേക്ക് കൊടുക്കണം, ഒട്ടും കുറവില്ലാതെ കൊടുക്കണം. പിന്നെയും തപസ്സു ചെയ്ത ആ ബ്രഹ്മപ്രളയാന്തം എന്നെ സേവിച്ചു വസിച്ചിടുക മഹാമുനെ. പിന്നെ തപസ് ചെയ്ത് ആ ബ്രഹ്മപ്രളയകാലം വരെ തപസ് ചെയ്യണം. എന്നരുൾ ചെയ്തു മറഞ്ഞിടിനാൻ നാരായണൻ തന്നിയോഗങ്ങളെല്ലാം ചെയ്തതു ഞാനും നാഥ. അങ്ങനെ പറഞ്ഞ് ആ ഭഗവാൻ മറഞ്ഞു. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ ഇതുവരെ ചെയ്തു. കാർത്തവീര്യാർജുനനെ വധിച്ചു, ക്ഷത്രിയ വംശം 21 തവണ നിഗ്രഹിച്ചു, ആ ഭൂമിയൊക്കെ കശ്യപന് ദാനം ചെയ്തു. ഇതൊക്കെ ഞാൻ ചെയ്തു. നിൻ തിരുവടി തന്നെ വന്നവതരിച്ചോരു പങ്ക്തിസ്യന്തനസ്തുതനല്ലോ നീ ജഗൽപദേ. അവിടുന്ന് തന്നെയാണ് ആ ദശരഥന്റെ മകനായിട്ട് വന്നിരിക്കുന്നത്. ജഗത്പതിയായ അവിടുന്ന് തന്നെയാണ്. എങ്കലുള്ളൊരു മഹാവൈഷ്ണവ തേജസ്സെല്ലാം നിങ്കലാക്കിയിടുവാനായി തന്നിതു ശരാസനം. എൻ്റെ കയ്യില് എന്നില് ഇന്നുണ്ട് മഹാവൈഷ്ണവമായ തേജസ്. ആ മഹാവിഷ്ണുവിന് തേജസ്സൊക്കെ ഉണ്ട്. അതൊക്കെ നിനക്ക് തരാൻ വേണ്ടിയിട്ടാ ആ വില്ല് നിന്റെ കയ്യിൽ തന്നത്. ബ്രഹ്മാദിദേവകളാൽ പ്രാർത്ഥിക്കപ്പെട്ടുള്ള ഒരു കർമ്മങ്ങൾ മായാബലം കൊണ്ടു സാധിപ്പിക്ക നീ. ബ്രഹ്മാവ് തുടങ്ങിയ ദേവന്മാരൊക്കെ പ്രാർത്ഥിച്ചിട്ടാണ് അങ്ങുതാ രാമനായിട്ട് വന്നിരിക്കുന്നത്. അതിനെയൊക്കെ മായാബലം കൊണ്ട് സാധിപ്പിക്കണം. സാക്ഷാൽ ശ്രീനാരായണൻ താനല്ലോ ഭവാൻ, ജഗത് സാക്ഷിയായിടും വിഷ്ണു ഭഗവാൻ ജഗന്മയൻ. അവിടെ നിന്നാരാണ്? സാക്ഷാൽ ശ്രീനാരായണൻ, മഹാവിഷ്ണു തന്നെയാണ് ജഗത് സാക്ഷി, ലോകത്തിന് മുഴുവൻ സാക്ഷിയായിട്ടുള്ള വിഷ്ണു ഭഗവാൻ ജഗന്മയൻ. വിഷ്ണു ഭഗവാനാണ് ജഗന്മയനാണ്, ജഗത്ത് മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ആളാണ്. ഇന്നിപ്പോൾ സഫലമായി വന്നിതു മമ ജന്മം, ഉന്നം ചെയ്തോരു തപസ്സാഫല്യമെല്ലാം വന്നു. എൻ്റെ തപസ് പൂർണ്ണമായി, എൻ്റെ ജന്മം പൂർണ്ണമായി സഫലമായി. ബ്രഹ്മമുഖ്യന്മാരാലും കണ്ടുകെട്ടിയിടാതൊരു നിർമ്മലമായ രൂപം കാണായി വന്നത് മൂലം. ബ്രഹ്മാവ് തുടങ്ങിയ ആളുകളെ കിട്ടാത്ത, അവർ പോലും വിചാരിച്ചാൽ കിട്ടാത്തതായ നിർമ്മലമായ രൂപം, പരിശുദ്ധമായ രൂപം കാണായി വന്നത് മൂലം, അങ്ങനെ കാണാൻ പറ്റിയത് മൂലം ധന്യനായി കൃതാർത്ഥനായി സ്വസ്ഥനായി വന്നേനല്ലോ. ഞാൻ ധന്യനായി, കൃതാർത്ഥനായി എന്ന് പറഞ്ഞാൽ ചെയ്യേണ്ടതൊക്കെ ചെയ്തു. സ്വസ്ഥനായി വന്നേനല്ലോ, ഞാൻ സ്വസ്ഥനായി. നിന്നുടെ രൂപമുള്ളിൽ സന്തതം വസിക്കണം. അങ്ങനെയുള്ള ഭഗവാനെ, അവിടുത്തെ രൂപം എല്ലായ്പ്പോഴും ഉള്ളിൽ വസിക്കണം.